എല്ലാവർക്കും തലശ്ശേരി ഫ്ലവേഴ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് തലശ്ശേരി സ്പെഷ്യൽ അരിയ റൊട്ടിയാണ്. അരിയ റൊട്ടി ഉണ്ടാക്കുവാൻ ആദ്യമായി ഒരു പാത്രത്തിൽ വെള്ളമെടുത്ത് ആ വെള്ളം ചൂടായി വരുമ്പോൾ അധികം തിളക്കരുത്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് പുഴുങ്ങലരി ഇട്ട് കൊടുക്കുക. ഇട്ട് ഒന്ന് ആകുമ്പോഴത്തേക്ക് ഓഫ് ചെയ്യുക. തീ ഓഫ് ചെയ്ത് അവിടെ വെക്കുക. കുറച്ച് സമയം കഴിഞ്ഞ് കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് മിക്സിയിലിട്ട് അരക്കാം. അരച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കുറച്ച് ലൂസായിട്ടാണ് ഉണ്ടാവുക. അതിന് ശേഷം നമ്മൾ ഈ മാവിലേക്ക് ഒരു അരിപ്പൊടിൻ്റെ പകുതി എടുത്ത് ആവശ്യത്തിനനുസരിച്ച് ടൈറ്റ് ആകുന്നത് വരെ അതിലേക്ക് ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലവണ്ണം ഇങ്ങനെ കുഴച്ചെടുക്കുക. കട്ടിയാകുന്നത് വരെ കുഴക്കുക. നിങ്ങൾ മിക്സിയിലേക്ക് ഈ അരി ഇടുമ്പോൾ അധികം വെള്ളം ഒഴിക്കരുത്. അരിനാക്കട്ടി കുറച്ചധികം വെള്ളം ഒഴിച്ചാൽ മതി. അധികം ലൂസായി കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ടൈറ്റാൻ പ്രയാസമായിരിക്കും. മാവ് നല്ലവണ്ണം ടൈറ്റ് ആയതിനു ശേഷം ഇനി അതിനെ പരത്തിയെടുക്കാം. അരി റൊട്ടി പരത്താനായി കുറച്ച് ഓയിൽ എടുക്കുക. അതിനോടൊപ്പം ഒരു വാഴയിലയോ അല്ലെങ്കിൽ ഒരു ഓയിലിൻ്റെ കവറോ എടുത്ത് ഇതിൽ കാണിക്കുന്ന രീതിയിൽ ഉരുട്ടി പരത്തിയെടുക്കുക. നിങ്ങൾ ഈ റെസിപ്പി കാണുന്നതിനോടൊപ്പം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പരത്തിയതിന് ശേഷം ഒരു വലിയ ഓടെടുത്ത് അതിനെ ചൂടാക്കി അതിന് ശേഷം ഈ പരത്തിയത് അതിലേക്ക് ഇടുക. ഒരു 5 എണ്ണം ഏകദേശം വലിയ ഓടിലേക്ക് ഇടാൻ പറ്റുന്നതാണ്. ചെറിയ ഓടാണെങ്കിൽ ഒരു 2-3 ഒക്കെ ഇടാം. റൊട്ടി ഒരു ഭാഗം വെന്ത് കഴിയുമ്പോൾ മറ്റേ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. ശേഷം ഒരു പേപ്പർ എടുത്ത് അതിനെ മടക്കി അരിയ റൊട്ടിൻ്റെ മുകളിൽ നല്ലവണ്ണം പ്രസ് ചെയ്ത് കൊടുക്കുക. സൈഡൊക്കെ ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇങ്ങനെ ചെയ്തു കൊടുക്കുമ്പോൾ അരിയ റൊട്ടി പൊന്തി വരുന്നതാണ്. അതിൻ്റെ അർത്ഥം അത് വെന്ത് കഴിഞ്ഞു എന്നതാണ്. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് നെയ്യൊഴിച്ച് ഡിഷിലേക്ക് എടുത്തു വെക്കുക. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. വരുന്ന ബെല്ലൈക്കണിൽ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ ഓണാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ നമ്മുടെ അരി റൊട്ടി ഇവിടെ റെഡി ആയിരിക്കുന്നു.